ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 87. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഇന്നേ ദിവസം നമ്മൾ വായിക്കുന്നത് സാൻ മരീനോ, ഇറ്റലി, ജൂലൈ 4, 1986, 327 അധ്യായം, ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചൈതന്യം എന്ന ഭാഗത്തു നിന്നും പകുതിയിൽ നിന്ന് തുടർന്നുള്ള വായനകളാണ്. ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്താൽ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനും എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുവാനും വേണ്ടി രൂപീകൃതമായിരിക്കുന്ന പുതിയ ആത്മാവിനെയും ഹൃദയത്തെയും നിങ്ങൾ കാണുക. ഈ വർഷങ്ങളിൽ വേദനാജനകമായ ശുദ്ധീകരണം അതിൻ്റെ രക്തരൂക്ഷിതമായ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇവ എൻ്റെ വർഷങ്ങളാണ്. അക്കാരണത്താലാണ് നിങ്ങൾക്കിടയിലായിരിക്കുവാനും ഞാൻ ആവശ്യപ്പെട്ടത്. ഈ ആധ്യാത്മിക അഭ്യാസങ്ങൾക്കിടയിൽ നടത്തിയ പ്രാർത്ഥനായോഗത്തിലൂടെ നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ചൊരിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകില്ല, കാരണം ആത്മാവിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വിത്ത് പോലെയാണിത്. ഒടുവിൽ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ദൃഷ്ടികൾ ഇങ്ങോട്ട് ചായ്ക്കുകയും ചെയ്യും. ഞാൻ ഈ ദിനങ്ങളിൽ നിങ്ങൾക്കായി എന്താണ് ചെയ്തതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ജെറുസലേമിൽ നടത്തിയ പ്രാർത്ഥനായോഗത്തിൻ്റെ യഥാർത്ഥമായ അനുകരണമായിരുന്നു ഇവിടുത്തേത്. ഇവിടെ എൻ്റെ അപ്പോസ്തലന്മാരായ നിങ്ങൾക്കെല്ലാവരും പ്രാർത്ഥനയിൽ എന്നോടൊപ്പം ഒന്നിക്കപ്പെട്ടു. കാരണം പുതിയ പെന്തക്കുസ്ത ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. നിങ്ങൾ ഈ മലയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ സന്തോഷത്തിൻ്റെ അടയാളവും എല്ലാവരും ആശ്വാസദായകരുമായി വർത്തിക്കേണ്ടതിന് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തന്നു. വന്നതുപോലെ നിങ്ങൾ തിരികെ പോകാനാവില്ല. എന്നോടൊപ്പം താഴേക്ക് ചെല്ലുക. നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന മനുഷ്യവംശത്തെ നോക്കൂ. മദ്യത്തിനും മയക്കുമരുന്നിനും ബലിയാടുകളായി ഹിംസയും അക്രമവും മൂലം തല കൊയ്യപ്പെട്ട നിർഭാഗ്യരെ നിങ്ങൾ കാണുന്നില്ലേ? അവർ എൻ്റെ മക്കളാണ്. നിരാശയിൽ ഉഴലുന്ന അവർക്ക് എൻ്റെ സഹായം ഏറെ ആവശ്യമാണ്. തിരുസഭയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ. പരിത്യക്തത, വിമർശനം, എതിർപ്പ് തുടങ്ങി വളരെയധികം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ പ്രഥമപുത്രനായ പോപ്പിന് ആശ്വാസവും ആനന്ദവും അടങ്ങുന്ന അടയാളമായി നിങ്ങൾ വർത്തിക്കുക. എൻ്റെ മാതൃഹൃദയം നൽകാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിന് നിങ്ങളൊരു താങ്ങായിരിക്കുക. എൻ്റെ വത്സരരായ വൈദിക സുധരിലൂടെ അദ്ദേഹത്തിന് ആവശ്യമായ ആശ്വാസം ഞാൻ പ്രദാനം ചെയ്യും. അദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിക്കുക, അദ്ദേഹത്തെ അനുഗമിക്കുക, അദ്ദേഹത്തെ സംരക്ഷിക്കുക. നിങ്ങളാൽ യോജിപ്പിക്കപ്പെടേണ്ട വിഭജിതവും വ്രണതവുമായ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയുടെ രഹസ്യം മനസ്സിലാക്കാനായി അതിനുള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ. ഈ ശരീരം ഇന്ന് അപഹസിക്കപ്പെടുന്നു. എല്ലായിടത്തും പടരുന്ന പാപകാരണങ്ങളാൽ ഒരിക്കൽ കൂടി അത് ചാട്ടവാർ പ്രഹരമേൽക്കുന്നു. അനുരഞ്ജന കൂദാശയിലൂടെ എല്ലാവരും തങ്ങളുടെ പാപങ്ങളോർത്ത് അനുതപിക്കുവാൻ നിങ്ങൾ സഹായിക്കുക. അങ്ങനെ അണഞ്ഞുകിടക്കുന്ന അനുരഞ്ജനത്തിൻ്റെ കൂദാശ നിങ്ങളിലൂടെ ഒരിക്കൽ കൂടി പ്രകാശിക്കട്ടെ. എൻ്റെ പ്രിയപുത്രിയുടെ മുറിവുകൾ ചുംബിക്കുവാൻ അവളുടെ സന്താനങ്ങളായ നിങ്ങൾ എന്നോടൊപ്പം കുനിയുക. കാരണം നിങ്ങളുടെ വൈദിക സേവനത്തിലൂടെ മാത്രമേ സഭ നവീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ നവയുഗത്തിൻ്റെ അടയാളങ്ങളായി മാറും. സഭയ്ക്ക് അനുഭവപ്പെടുന്ന തീവ്രവേദനകളിൽ നിങ്ങളുടെ സ്വർഗീയ അമ്മ അവൾക്ക് പാനം ചെയ്യുന്നതിനായി നൽകുന്ന ആശ്വാസത്തിൻ്റെ കാസയാണ് നിങ്ങൾ. അത് അവൾക്ക് നവോന്മേഷം പകരുകയും ആനന്ദപ്രദമായ മാർഗങ്ങളിലൂടെ നടക്കുവാൻ അവളെ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ അധൈര്യരായാതിരിക്കുക. എൻ്റെ ഗംഭീര വിജയം ഇതാ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിലും എനിക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിങ്ങളുടെ വൈദിക ജീവിതത്തിലും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ മഹത്തായ വിജയം ആരംഭം കുറിച്ചിരിക്കുന്നു. നിങ്ങൾ എനിക്കേകിയ സാന്ത്വനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എൻ്റെ അരികിൽ കൊണ്ടുവന്ന ചോദ്യങ്ങളും ആഗ്രഹങ്ങളും ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ അജഗണത്തെയും ഞാൻ ആശീർവദിക്കുന്നു.
കാരണം അവ എനിക്ക് വിലപിടിപ്പുള്ളതാണ്. നാളെ ഈ മലയിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ യാത്രയാകുന്നു. മാതൃമസൃണമായ സ്നേഹവാത്സല്യത്തോടെ ഞാനും ഒപ്പമുണ്ടാകും. നിങ്ങൾ ഇനിമേൽ ഭയപ്പെടേണ്ടതില്ല. എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഞാനാണ് ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അമ്മ. ഞാൻ സമാധാനത്തിൻ്റെ റാണിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. റൂബിയ, ഇറ്റലി, ജൂലൈ 30, 1986, 328. നവയുഗത്തിൻ്റെ പേടകം. വത്സലസുതരെ, എൻ്റെ പുത്രനായ യേശുവിനെ അതേപടി അനുകരിക്കുവാനായി അവൻ്റെ മാർഗ്ഗെ നിങ്ങളെ ഞാൻ നടത്തുന്നു. ഈ മാർഗത്തിലൂടെ മാത്രമേ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അടയാളമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പ്രകാശത്തിൻ്റെ വേദനാജനകമായ വർഷങ്ങളാണിവ. പരീക്ഷണത്തിൻ്റെ വേദനാജനകമായ വർഷങ്ങളാണിവ. പല മാർഗങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഞാൻ മുൻകൂട്ടി നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. എന്നാൽ ആരാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ? ആരാണ് ഒന്നെന്നെ ശ്രവിക്കുക? എൻ്റെ വിമല ഹൃദയത്തെ പിളർക്കാൻ പോകുന്ന 2 വാളുകളുടെ നടുവിലാണ് ഞാൻ. ഒന്ന്, സമീപെ എത്തിയിരിക്കുന്ന പ്രഹരശിക്ഷയെ ഓർത്ത് കൂടുതൽ വിനാശത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുന്നത്. മറ്റൊന്ന്, മാനസാന്തരത്തിനുള്ള എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനുള്ള മനസാന്നിധ്യമില്ലായ്മ. ലൗകികതയിൽ നിന്ന് അകന്നു മാറുവാൻ, നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് അകന്നു മാറുവാൻ, വികസിതമായിക്കൊണ്ടിരിക്കുന്ന വിരസതയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ എൻ്റെ വത്സല മക്കളെ, ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് ഞാൻ തിരിയുന്നു. രക്ഷപ്പെടുവാനായി നിങ്ങളുടെ അമ്മ ഒരുക്കിയിരിക്കുന്ന അഭയസങ്കേതമാകുന്ന വിമല ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവിൻ. കൊടുങ്കാറ്റിൻ്റെ ഭീകരത നിറഞ്ഞ ദിനങ്ങൾ ഇതാ കടന്നു വരാൻ പോകുന്നു. എന്നിൽ അഭയം കണ്ടെത്തുവാനുള്ള അവസാന നിമിഷങ്ങളാണിവ. കാരണം ഞാനാണ് പുതിയ വാഗ്ദാന പേടകം. നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് തൊട്ടു മുൻപ് ദൈവകൽപ്പന അനുസരിച്ച് നിൽക്കേണ്ടവർ ഈ കെടുതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പേടകത്തിനുള്ളിൽ പ്രവേശിച്ചു. ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ പേടകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് മുൻപുള്ള രക്തരൂക്ഷിതമായ പരീക്ഷണങ്ങളുടെ ഭാരം പേറുവാൻ അത് നിങ്ങളെ പ്രാപ്തരാക്കും. മറ്റൊരിടത്തും നോക്കേണ്ടതില്ല. പ്രളയകാലത്ത് സംഭവിച്ചതുപോലെ ഇന്നും സംഭവിക്കുന്നു. തങ്ങളെ കാത്തിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും ഇന്ന് മനുഷ്യൻ തയ്യാറാകുന്നില്ല. എല്ലാവരും തങ്ങളെക്കുറിച്ചും തങ്ങളുടെ ലൗകിക സുഖങ്ങളെക്കുറിച്ചും തങ്ങളുടെ അനിയന്ത്രിത വികാരങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്ന തിരക്കിലാണ്. ഇന്ന് സഭ പോലും എത്ര തുച്ഛം പേരാണ് ഇന്ന് സഭയിൽ പോലും എത്ര തുച്ഛം പേരാണ് എൻ്റെ മാതൃസഹജവും ദുഃഖാത്മകവുമായ താക്കീതുകൾക്ക് ചെവികൊടുക്കുവാൻ സന്നദ്ധരായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെങ്കിലും എന്നെ ഓർമ്മിക്കുകയും അനുഗമിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളിലൂടെ എല്ലാവരെയും എൻ്റെ വിമല ഹൃദയമാകുന്ന പുതിയ പേടകത്തിലേക്ക് എത്രയും വേഗം പ്രവേശിപ്പിക്കുവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ സമാധാനം അനുഭവിക്കുകയും നിർധനരായ മക്കൾക്ക് എൻ്റെ മാതൃസഹജമായ ആശ്വാസത്തിൻ്റെ അടയാളമായി വർത്തിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകുകയും ചെയ്യും. റൂബിയോ, ഇറ്റലി, ആഗസ്റ്റ് 6, 1986. ഫീസ്റ്റ് ഓഫ് ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദ ലോർഡ്. 329. മലയിലേക്ക് കയറിപ്പോവുക. എന്നോടൊപ്പം നിങ്ങൾ സമാധാനത്തിൻ്റെ മലമുകളിലേക്ക് കയറി വരിക. രക്ഷയുടെയും പ്രാർത്ഥനയുടെയും പരിശുദ്ധിയുടെയും പുണ്യത്തിൻ്റെയും വിനയത്തിൻ്റെയും എളിമയുടെയും ശിശുത്വത്തിൻ്റെയും എല്ലാറ്റിനുമുപരിയായി പരസ്നേഹത്തിൻ്റെയും മലമുകളിലേക്ക് നിങ്ങൾ കയറി വരിക. നിങ്ങളുടെ വ്യക്തിഗതമായ രൂപാന്തരീകരണത്തിന് പരിശുദ്ധ മലയിലേക്ക് നിങ്ങൾ കയറി വരിക. അനുനിമിഷം യേശുവിൻ്റെ ദിവ്യ വ്യക്തിത്വത്തിന് അനുരൂപരായിക്കൊണ്ട് ശിശുസഹജമായ പരിത്യക്താവസ്ഥയിൽ നീ കയറി വരിക. അപ്പോൾ ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിൽ നിന്നും വളരെയധികം ഫലം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ദിവ്യസ്നേഹത്തിൻ്റെ ശക്തിയാൽ ലോകമാസലകം നവീകരിക്കുന്നതിന്, മഹത്തായ രീതിയിൽ തന്നെ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിന് അവിടുന്ന് അതിയായി ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധ മലയിൽ എൻ്റെ അസാധാരണമായ സാന്നിധ്യവും പ്രത്യേകമായ പ്രവർത്തനവും നിങ്ങൾക്ക് അനുഭവപ്പെടും. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളായി തീരുവാൻ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നിങ്ങളെ ഞാൻ രൂപാന്തരപ്പെടുത്തും. കുരിശിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും വേദന നിറഞ്ഞ നിമിഷങ്ങൾ
നിങ്ങൾക്കായി ഞാൻ സാവധാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പരിത്യക്താവസ്ഥയുടെയും വേദനയുടെയും ബലിയുടെയും നിമിഷങ്ങൾ നിങ്ങൾക്കായും ഇതാ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ പ്രവചിച്ച മഹത്തായ സംഭവങ്ങൾക്ക് ഇതാ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു. വേദനാജനകമായ സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങളും ഉടൻ വിളിക്കപ്പെടും. അപ്പോൾ ലോകമാസകലം വീശുന്ന എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകാശത്തിൻ്റെ കിരണങ്ങളായി നിങ്ങൾ മാറും. നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ഇരുണ്ട നിമിഷങ്ങളിൽ പ്രകാശത്തിൻ്റെ രജതരേഖകൾ പാറിക്കുവാൻ ഇതിനാൽ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ അഗ്നിയും അനുഗ്രഹവും ഒരുപോലെ വർഷിക്കുവാൻ തയ്യാറായിരിക്കുന്ന യേശുവിൻ്റെ നിർമ്മല സ്നേഹത്തിൽ നിന്നുത്ഭൂതമാകുന്ന അതിമഹത്തായ അത്ഭുതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഞാൻ ഒരുക്കിയിരിക്കുന്ന എൻ്റെ മാതൃസഹജമായ പദ്ധതിയെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ കർത്താവിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയായിരുന്നു കൊണ്ട് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസവും. 87 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ടു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് അമ്മയുടെ വിമല ഹൃദയമാകുന്ന പേടകത്തിൽ പ്രവേശിച്ച് സ്വയം അടയ്ക്കപ്പെടുവാൻ അമ്മയെ അനുവദിക്കുക എന്നതാണ്. നോഹയുടെ നാളുകളിൽ എന്നതുപോലെ പെട്ടെന്നൊരു ദിവസം അവസാന കാലഘട്ടത്തും അടുക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ തയ്യാറായിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി അമ്മ നമ്മെ വിളിക്കുകയാണ്. ഒരുപാട് നാളത്തെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഒരു ജനം നോഹയുടെ നാളുകളിൽ പ്രളയത്തിന് വിധേയരായതുപോലെ അമ്മയുടെ തുടർച്ചയായ മുന്നറിയിപ്പുകളെ അവഗണിച്ച് എന്തുകൊണ്ട് നമുക്കും ഈ തകർച്ചയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു? അതിൽ നിന്ന് നമ്മെ തന്നെ സംരക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന പേടകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പാപപ്രായശ്ചിത്തത്തിൻ്റെയും കുംഭസാരത്തിലൂടെയുള്ള വിശുദ്ധീകരണത്തിൻ്റെയും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിൻ്റെയും പരിഹാരം ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിൻ്റെയും നാളുകളാക്കി നമുക്ക് ഈ ദിവസങ്ങളെ മാറ്റാം. വിശുദ്ധ ജപമാല നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ചൊല്ലിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥാപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.